മലപ്പുറം നിലമ്പൂർ മൂത്തയിടത്ത് കാട്ടാന ചവിട്ടിക്കൊന്ന സരോജിനിയുടെ മൃതദേഹം സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. വന്യമൃഗാക്രമണങ്ങളിൽ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നിലമ്പൂർ മണ്ഡലത്തിൽ SDPI ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ 8 മണിയോടെയാണ് സരോജിനിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ശേഷം ഉച്ചക്കുളം നഗരിലെ വീട്ടിൽ പൊതുദർശനം. വീടിനടുത്തുള്ള പൊതുശ്മശാനത്തിൽ ഉച്ചയോടെ മൃതദേഹം സംസ്കരിച്ചു. ഇന്നലെയാണ് ഉച്ചക്കുളം ഊരിൽ നിന്ന് മാടിനെ മേയ്ക്കാൻ വനത്തിൽ പോയ സരോജിനിയെ കാട്ടാന ചവിട്ടിക്കൊന്നത്. കാട്ടാന ആക്രമണങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം ചർച്ച ചെയ്യാൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുമെന്ന് മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. അടിയന്തരമായ നടപടി എന്ന് പറഞ്ഞാൽ ഇനിയൊരു ദാരുണമായ ദുരന്തമില്ലാതിരിക്കാൻ അതിനുവേണ്ട ജാഗ്രത പുലർത്താൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അടിയന്തരമായി ഒരു മീറ്റിംഗ് പഞ്ചായത്ത് തലത്തിൽ വിളിക്കാനുള്ള തീരുമാനമുണ്ട്. തുടരെയുള്ള കാട്ടാന ആക്രമണങ്ങളിൽ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ SDPI ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികമാണ്. വന്യമൃഗാക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് SDPI പ്രവർത്തകർ പ്രകടനം നടത്തി. മീഡിയ 1 മലപ്പുറം.